അശ്വമേധം എന്ന് പറഞ്ഞ സിനിമ തോപ്പിൽ ഭാസി സംവിധാനം ചെയ്തൊരു സിനിമയായിരുന്നു. രോഗം ഒരു കുറ്റമാണോ ഡോക്ടർ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനകത്തെ നായികയായിട്ടുള്ള ഷീല സത്യനോട് ചോദിക്കുന്നുണ്ട്. അത് നമുക്കെല്ലാവർക്കും അറിയാം. അതൊരു കുഷ്ഠരോഗബാധിതയായ ഒരാൾ, അതിൽ തൻ്റേതല്ലാത്ത കാരണത്താൽ തനിക്ക് ഈ അസുഖം വരികയും അത് സമൂഹത്തിലേക്ക് പടർത്താൻ തനിക്ക് കഴിവുണ്ടെന്നുള്ളത് തിരിച്ചറിയുകയും അപ്പോൾ അത്തരത്തിലൊരു ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ സാന്ദർഭികമായിട്ട് ആ രോഗി ഡോക്ടറോട് ചോദിച്ചൊരു ചോദ്യമാണ്, രോഗം ഒരു കുറ്റമാണോ ഡോക്ടർ? ഒരിക്കൽ കൂടെ ഹൈലൈറ്റ് ചെയ്യാം. തൊലിപ്പുറത്ത് നിറം മങ്ങിയതോ ചുവന്നതോ ആയ പാടുകൾ അല്ലെങ്കിൽ തടിപ്പുകൾ, തടിച്ചതും തിളക്കമുള്ളതുമായ ചർമ്മം, വേദനയില്ലാത്ത വ്രണം, കൈകാലുകളിലെ മരവിപ്പ്, കണ്ണടയ്ക്കാനുള്ള പ്രയാസം, ഇത്രയും ലക്ഷണങ്ങളുള്ള ആളുകൾ ആരെങ്കിലും നമ്മുടെ വീട്ടിലുണ്ട് എങ്കിൽ, ഈ പറയുന്ന ലക്ഷണങ്ങളുള്ളവരാരെങ്കിലും നമ്മുടെ വീട്ടിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ, അതായത് ജനുവരി 7 മുതൽ 20-ാം തീയതി വരെ ആർക്കെങ്കിലും ഈ പറഞ്ഞ പാടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും മറച്ചു വെക്കരുത്. ഞങ്ങള് നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് വരുവാ. പിന്നെ ആശ അറിയാമല്ലോ. തൊലിപ്പുറത്ത് എന്തേലും പാടുകളോ തടിപ്പുകളോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കാനായിട്ട് വന്നതാ. 2 വയസ്സ് തൊട്ടുള്ള എല്ലാരെയും പരിശോധിക്കണം. ആട്ടെ, ഏത് രോഗവുമായിട്ട് ബന്ധപ്പെട്ട പരിശോധനയ്ക്കാണ് നിങ്ങളുടെ വീടാന്തരം കയറുന്നത്? കുഷ്ഠരോഗ നിർണയത്തിനുള്ള പരിശോധനയാണ് നടക്കുന്നത്. സംശയമുള്ള പാടുകളോ തടിപ്പുകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ നമ്മൾ തീർച്ചയായിട്ടും പരിശോധിച്ച് കുഷ്ഠരോഗം അല്ല എന്ന് ഉറപ്പിക്കേണ്ടതുണ്ട്. പുതിയ കുഷ്ഠരോഗ കേസുകൾ നമ്മുടെ ജില്ലയിൽ കിട്ടുന്നുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും നന്നായി ദേഹം പരിശോധിക്കേണ്ടത് തന്നെയാണ്. കുഷ്ഠരോഗോ? അതൊക്കെ ഇപ്പോഴും ഉണ്ടോ? നമുക്കൊക്കെ കുഷ്ഠരോഗം വരുമോ? പിന്നെ വായുവിലൂടെ പകരുന്ന കുഷ്ഠരോഗം ആർക്കും വരാം. തുടക്കത്തിലെ തിരിച്ചറിഞ്ഞാൽ പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാനും കഴിയും. സർക്കാർ ആശുപത്രികളിൽ ചികിത്സയും സൗജന്യമാണ്. ജനുവരി 7 മുതൽ 20 വരെ നമ്മുടെ ജില്ലയിലെ എല്ലാ വീടുകളിലും ഞങ്ങളെപ്പോലുള്ളവർ എത്തി പരിശോധന നടത്തും. നിങ്ങൾ എല്ലാവരും സഹകരിച്ച് ഈ പരിപാടി വിജയിപ്പിക്കേണ്ടതുണ്ട്. അപ്പോ ചേട്ടന്റെ ഇദ്ദേഹം പരിശോധിക്കുമായിരിക്കും അല്ലേ? അതെ, ചേട്ടന് ഞാനാ പരിശോധിക്കുന്നത്. മോനിപ്പോ ഇവിടെ ഇല്ലേ? അങ്ങനെയെങ്കിൽ ഞാൻ നാളെ വരാം. മോനിപ്പോൾ ഇവിടെ ഇല്ല, നാളെ കാണുമോന്നും സംശയവാ. എന്തായാലും ഞാൻ നാളെ വരാം. ഇനി നാളെയും കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ തുടർ സന്ദർശന ദിവസങ്ങളിൽ വന്ന് കണ്ടോളാം. ജനുവരി 7 മുതൽ 20 വരെ നടക്കുന്ന കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശന പരിപാടി അശ്വമേധം 7.0-ൽ നിങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക. രോഗം ഒരു കുറ്റമല്ല. അശ്വമേധം രോഗനിർണയ പരിപാടിയിൽ സഹകരിക്കുക എന്നത് സമൂഹത്തിനായി നിങ്ങൾ ചെയ്യുന്ന വലിയ ശരിയുമാണ്.